Good evening, all. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening. Good evening. Good evening, Deepti. Good evening, ma'am. Good evening. Good evening, Sophia. So, good evening, Demia. Good evening, ma'am. Good evening. Okay, so today's turn is Reshma Lechu, right? Reshma Indo. Prayer. Reshma join ആയില്ലേ? Reshma Lechu. രശ്മി ആയിരുന്നു ഇന്ന് പ്രെയർ പറയാന്ന് പറഞ്ഞത്. ജോയിൻ ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, എനിവേ ആരെങ്കിലും റെഡി ആണെങ്കിൽ ചെയ്തോളൂ. നേരത്തെ പ്രെയർ പറഞ്ഞവരാണെങ്കിലും കുഴപ്പമില്ല, ടൈം പോകും.
May I, ma'am? Yeah, yes. Thank you. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. Thank you, ma'am. ഇത് മുഴുവൻ അറിയോ? മുഴുവൻ അറിയാം. ഇതാണ് എനിക്ക് സ്കൂളിൽ എനിക്ക് ഇഷ്ടമായി, അങ്ങനെ സ്കൂളിൽ പഠിച്ചു. ഓക്കെ, നമുക്ക് നല്ലൊരു ആക്ടിവിറ്റിയും കൂടിയാണ് കുട്ടികളെ ചെയ്യിക്കാൻ പറ്റുന്നത്. കുറച്ചൊന്ന് ഡാൻസ് ഒക്കെ ചെയ്ത് അവരുമായിട്ട് റൗണ്ടിലൊക്കെ നിന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സോങ്. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മൾ ഇന്നലെ 4th യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു. സോ ആക്ച്വലി എനിക്കിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ പറ്റിയില്ല. അപ്പൊ നിങ്ങളുടെ കൺസേൺസ് നേരത്തെ ചോദിക്കാന്ന് വിചാരിച്ചായിരുന്നു, കഴിഞ്ഞില്ല. ഞാൻ എന്തായാലും ഉടനെ പോകുന്നുണ്ട്, ചോദിക്കാം. പിന്നെ നെക്സ്റ്റ് യൂണിറ്റ് നമ്മളുടെ ഈ മോഡ്യൂളിലെ നെക്സ്റ്റ് വൺ ഫസ്റ്റ് എയ്ഡ് ആണ്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുമ്പോൾ വാട്ട് ഓൾ തിങ്സ് കംസ് ടു യുവർ മൈൻഡ്? എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്? ബാൻഡേജ്, കോട്ടൺ, മെഡിസിൻ, ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് നമ്മൾ എവിടെയൊക്കെ കീപ്പ് ചെയ്യണം? വെഹിക്കിളിൽ യൂസ് ചെയ്യണം. നിങ്ങൾക്ക് മോഡ്യൂൾ ഇങ്ങനെ മോഡ്യൂളിൽ എന്തൊക്കെ കണ്ടന്റ്സ് ഉണ്ട് ആ ഒരു ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? നമ്മുടെ ഓരോ ക്ലാസ് കഴിയുമ്പോ അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നെക്സ്റ്റ് യൂണിറ്റ് ഏതാന്ന് ചെക്ക് ചെയ്തിരുന്നോ? ഇന്നലെ 4th യൂണിറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ 5th യൂണിറ്റ് ഏതാണെന്ന് നോക്കിയിരുന്നു? എന്താ കൊടുത്തേക്കണേ? നമ്മളുടെ ഈ എന്താ പറയാ സിലബസിന്റെ അതില് 5th യൂണിറ്റിന്റെ പേരെന്താ കൊടുത്തേക്കണേന്ന് നോക്കാമോ? അടുത്തെങ്ങാനും വെക്കുന്നുണ്ടെങ്കിൽ. മാം ഇത് ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടോ? ഈ ഒരു ഷീറ്റ് കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടില്ല. അതായത് മോഡ്യൂൾ 1 പാർട്ട് 1 യൂണിറ്റ് 1 അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്കൊരു വന്നിട്ടില്ല. ഞാൻ പറയില്ല മാം, ഇത് ഇതുവരെ വന്നിട്ടില്ല. മൊഡ്യൂൾ വന്നിട്ടില്ല. വന്നിട്ടുണ്ടെന്ന് ആരാ പറഞ്ഞേ? വന്നിട്ടുണ്ടെന്ന് ആരാ പറഞ്ഞേ? പറഞ്ഞാ മതിയോ? എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള പോലെയുണ്ട് മാം. ഞാൻ നോക്കിക്കോട്ടെ. കിട്ടിയിട്ടുള്ളത് എങ്ങനെയാണ്? ക്ലാസ് റൂമിൽ വഴിയാണോ? എങ്ങനെയായിരുന്നു? പേഴ്സണലി ആയിരുന്നു? PDF ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടല്ലോ. ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെ, ഓക്കെ ഓക്കെ, ശരി ശരി, ഓക്കെ. അപ്പൊ അതില് യൂണിറ്റിന്റെ പേരൊന്ന് വേഗം പെട്ടെന്ന് നോക്കി പറയാൻ പറ്റുന്ന ആരെങ്കിലും? ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണോ? മോഡ്യൂൾ 1 പാർട്ട് 1 ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷനിലെ 5ാമത്തെ യൂണിറ്റ് 5th യൂണിറ്റിന്റെ പേര്? യെസ്. നമുക്ക് ആക്ച്വലി നമ്മളുടെ PDF ഫസ്റ്റ് എയ്ഡ് എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാം, റിജോ നമുക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. യൂണിറ്റ് 5 ഫസ്റ്റ് എയ്ഡ് ഉണ്ട്. ഫസ്റ്റ് എയ്ഡ് മെന്റൽ, അതായത് ഫസ്റ്റ് എയ്ഡ് മീൻസ് FA. നമുക്ക് വേണ്ടത് PFA ആണ്. ഇതും നമ്മൾ പഠിക്കണം. ഈ FAയും നമ്മൾ അറിഞ്ഞിരിക്കണം, PFAയും അറിഞ്ഞിരിക്കണം. PFA മീൻസ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. ക്ലിയർ ആയോ? മനസ്സിലായോ? അതായത് നമ്മളുടെ യൂണിറ്റ് 5 നമ്മളുടെ സിലബസില്
ഫസ്റ്റ് എയ്ഡ് മെന്റൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? യെസ് മാം. നമ്മളുടെ PDF നമുക്ക് ആക്ച്വലി ഫസ്റ്റ് എയ്ഡ് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഓൺലി റിഗാർഡിംഗ് വിത്ത് നമുക്ക് ഫിസിക്കലി ഉണ്ടാകുന്ന ഇഷ്യൂസിന് വേണ്ടുന്ന ഒരു എയ്ഡ്, അത്രയേ ഉള്ളൂ. ആക്ച്വലി ചില ഡിസാസ്റ്റേഴ്സ് ലൈക്ക് ഫ്ലഡ്, പിന്നെ എന്താ പറയാ, ഈ യുദ്ധമൊക്കെ ഉണ്ടാവില്ലേ, അത് കഴിയുമ്പോഴേക്കും നമ്മള് PFA അതിനകത്ത് കൂട്ടിച്ചേർക്കണോ? അതാണ് അതിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. PFA നമുക്ക് ആവശ്യമാണ്, FAയും നമുക്ക് ആവശ്യമാണ്, PFAയും ആവശ്യമാണ്. ആക്ച്വലി നമ്മളുടെ സിലബസിൽ PFA ആണ് കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ PDF FA കുറിച്ച് മാത്രമേ ഉള്ളൂ. സോ ഇറ്റ്സ് അവർ ഡ്യൂട്ടി ടു ആഡ് മോർ കണ്ടന്റ്സ് ഓഫ് PFA. ഓക്കെ, FA നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം കുട്ടി സ്കൂളിൽ വീട്ടില് ആവശ്യം വരാം, നമ്മൾ ഇറങ്ങുന്ന സൊസൈറ്റിയുടെ FAയുടെ ആവശ്യം വരാം. പക്ഷെ PFA ആവശ്യം വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ലൈക്ക് ഫ്ലഡിന് ശേഷം പലയിടത്തും ആളുകൾ ആകെ ഡിസോർട്ടഡ് ആയിപ്പോയി. കാരണം വെച്ചാൽ അവര് ഭയങ്കരമായിട്ട് മെന്റലി അവർ ഡൗൺ ആയി. കാരണം അവരുടെ ബിലോങ്ങിങ്സ് എല്ലാം നഷ്ടപ്പെട്ടൊരു സമയമായിരുന്നു. എവിടെ ഇങ്ങനെ യുദ്ധം വരുമ്പോ പലർക്കും ആളുകൾ നഷ്ടപ്പെടുന്നു. ഇങ്ങനെയുള്ള ഡിസാസ്റ്റേഴ്സ് സംഭവിക്കുമ്പോൾ ചിലർ അനാഥരായി പോകുന്നു. അതാണ് PFAയുടെ ഇമ്പോർട്ടൻസ് ആ ഒരു സിറ്റുവേഷനിലാണ് വരുന്നത്. അപ്പൊ ഒരു കുട്ടി വീട്ടിൽ ആരുടെയെങ്കിലും ഒരാളുടെ ലോസ് സംഭവിക്കുമ്പോൾ അത് സ്കൂളിലേക്ക് വരുമ്പോൾ ഭയങ്കര ഡൗൺ ആയിരിക്കും. അല്ലെങ്കിൽ ആ കുട്ടിക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ മാനസികമായ ഒരു ബുദ്ധിമുട്ട് അത് വളരുന്ന സാഹചര്യത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഏറ്റവും ആവശ്യം PFA ആണ്. നമുക്കത് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മളുടെ ഫസ്റ്റ് എയ്ഡ് എന്താണ്, ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ എന്തൊക്കെ സാധനങ്ങളാണ്, അതിൽ എന്തൊക്കെ വരും, അതൊക്കെ നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് മെഡിറ്റേഷൻ പോലെ മൈൻഡിൽ വായിക്കുക. ഇനി ഉറക്കം വായിക്കാൻ താല്പര്യമുള്ളവര് മ്യൂട്ട് ചെയ്തിട്ട് വായിച്ചോളൂ. കഴിഞ്ഞു. ഫസ്റ്റ് പാരഗ്രാഫ് കഴിഞ്ഞു അല്ലേ? അപ്പൊ ആക്ച്വലി നമ്മൾക്ക് വളരെ വെരി കോമൺ, വി ആർ ഫെമിലിയർ വിത്ത് ദ വേർഡ് ഫസ്റ്റ് എയ്ഡ്. ഈവൻ ഒരു ബസ്സിനകത്ത് കാണുമ്പോഴും അവിടെ ഒരു ബോക്സ് കാണാം, FA എഴുതിയിരിക്കുന്ന ഒരു ബോക്സ് കാണാം. ഓക്കെ,
അപ്പം വി ആർ വെരി ഫെമിലിയർ വിത്ത് FA. ഇറ്റ് ഈസ് എ ഫസ്റ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് അസിസ്റ്റൻസ് അല്ലെ, പെട്ടെന്ന് കൊടുക്കുന്ന ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു അസിസ്റ്റൻസ് ആണ്. ഏത് സിറ്റുവേഷനിൽ എപ്പോഴാണ്? ഇഞ്ചുറി സംഭവിക്കും. ഒരു പേഴ്സൺ ഒരു ഇഞ്ചുറി മൈനർ ആണെങ്കിലും മേജർ ആണെങ്കിലും ഫസ്റ്റ് എയ്ഡ്, ഇപ്പൊ മൈനർ ആണെങ്കിൽ വി ക്യാൻ ക്യൂർ ഇറ്റ് ഇൻ ദ ഹോം, ഓക്കെ, ഫസ്റ്റ് എയ്ഡ് കൊടുത്താൽ മതിയാകും. പക്ഷെ മേജർ ഇഞ്ചുറി ആകുമ്പോൾ ടു പ്രിസർവ് ദ ലൈഫ് നമ്മളൊരു ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ആളെ ഹോസ്പിറ്റലിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ഒരു സീരിയസ് ഇൽനസ്, പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു, ഇഞ്ചുറി മാത്രമല്ല ആള് പെട്ടെന്ന് തളർന്നു വീഴുന്നു, അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പൊള്ളൽ സംഭവിക്കുന്നു, ബേണിങ്, ആ സമയത്ത് നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. ദെൻ വെള്ളത്തിന് മുങ്ങി ആളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നു, അവിടെയും നമ്മളൊരു ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യണം. എന്നിട്ടാണ് സീരിയസ് കണ്ടീഷൻ ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. ഈവൻ ഒരു ഇൻസെക്ട് ബൈറ്റ് ആവുമ്പോൾ ഫസ്റ്റ് എയ്ഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ എന്തൊക്കെ രീതിയിലുള്ള ഒരു ഇൽനെസ് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഫസ്റ്റ് എയ്ഡ്, ആദ്യം ഒരു കെയർ ആണത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്, അത് പ്രൊവൈഡ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഫോർ ടു പ്രിസർവ് ലൈഫ്. ലൈഫ് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യാൻ എവിടെയാണോ, ഏതൊരു ലൊക്കേഷനിലാണോ ആ ഒരു ലൊക്കേഷനിൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യുവാണ്. അതൊരു വൺ ടൈം ആയിരിക്കും. ചിലപ്പോൾ ആ ഒരു ഫസ്റ്റ് എയ്ഡ് കൊണ്ട് തന്നെ ഓക്കെ ആവും. പെട്ടെന്ന് കാലൊന്ന് ഉളുക്കി അവിടെ ഒരു രീതിയിൽ എന്തെങ്കിലും ചെയ്തു കഴിയുമ്പോൾ ആ പെട്ടെന്ന് മാറുന്നു. ഇറ്റ് മേ ബി വൺ ടൈം, ചിലപ്പോൾ ഷോർട്ട് ടേം ആയിരിക്കാം. ബട്ട് സംടൈംസ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് അസിസ്റ്റൻസ്, ഇമ്മീഡിയറ്റ് അസിസ്റ്റൻസ് ഫോർ പ്രിസർവിങ് ലൈഫ്. ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്ക് മൂവ് ചെയ്യേണ്ട സിറ്റുവേഷൻ ആ ഒരു ഇത് വരാം. ഇതിനൊരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റി. ഇപ്പൊ മുങ്ങിത്താന്ന് വരുന്ന ആൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു നോളജ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾക്ക് അതിനൊരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടായിരിക്കണം. ബേണിങ് അങ്ങനെ ചില സിറ്റുവേഷനിൽ നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള നോളജ് വേണം. അപ്പൊ ഒരു മുറിവ് സംഭവിച്ചാൽ ആ മുറിവ് എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ഫസ്റ്റ് അത് വാഷ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനെ കുറിച്ചൊരു ചെറിയ നോളജും ട്രെയിനിങ്ങും ഉണ്ട്. അപ്പൊ മെയിൻലി മദേഴ്സിനും അതുപോലെ തന്നെ ടീച്ചേഴ്സിനും ഈ പറയുന്നത് അവർക്കറിയാം, ഓരോന്ന് വരുമ്പോ എന്താ പെട്ടെന്ന് ചെയ്യേണ്ടതെന്നുള്ളത് അവർക്കറിയാം. സ്കൂൾസിൽ പൊതുവെ കുട്ടികൾ വീഴാം, അങ്ങനെയൊക്കെ പല പല ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഫസ്റ്റ് എയ്ഡ് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പൊ സ്കൂളിൽ അതിന് വേണ്ടുന്ന ഒരു കിറ്റ്, ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ്, ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് സ്കൂളിൽ ഉണ്ടായിരിക്കണം. സ്കൂളിൽ മാത്രമല്ല നമ്മളുടെ വീടുകളിലും അത് അവൈലബിൾ ആയിരിക്കണം. സ്പോട്ടിൽ തന്നെ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്. ആക്ച്വൽ മെഡിക്കൽ എയ്ഡ് കിട്ടുന്നതിന് മുമ്പ് ആ പേഷ്യന്റിനെ ഒന്ന് സബ്മിസീവ് ആക്കി വെക്കാൻ, ആൾക്കൊരു റിലീഫ് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇപ്പൊ ബ്ലഡ് ഒക്കെ കുറെ പോവുകയാണെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ ആക്ച്വൽ എയ്ഡിന് മുമ്പ് നമ്മൾ കൊടുക്കുന്നതാണ് ഫസ്റ്റ് എയ്ഡ്, കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എയ്ഡ് കിറ്റില് എന്തെല്ലാമാണെന്നുള്ളതാണ് നമ്മളുടെ നെക്സ്റ്റ് കാര്യങ്ങൾ വരുന്നത്, ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് ഇൻ ദ സ്കൂൾ, നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ FA എന്ന് എഴുതി വെക്കാം. കാരണം നമ്മൾ PFAയിലേക്ക് പോകും ഇത് കഴിയുമ്പോൾ, അതുകൊണ്ടാണ് FA അവിടെ നിന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ വേണ്ടുന്ന സാധനങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. Schools are expected to keep an adequate number of the first aid kits. The service of a nursing assistant should be made available. ചിലപ്പോൾ സ്കൂളിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ഉണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലിനിക്കൽ ഇത് പോയി അത് പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ ആ സ്കൂളിന്റെ സ്കൂൾ നഴ്സായിട്ട് അവർ അപ്പോയിന്റ് ചെയ്യാറുണ്ട്. The following are essential to be included in the first aid kit. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് കിറ്റിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, കോട്ടൺ വൂൾ. എല്ലാവർക്കും അറിയാലോ, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ആ ഒരു പഞ്ഞി, അത് റിലേറ്റഡ് അതിങ്ങനെ റൗണ്ടിൽ ആക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ടേപ്പ്, എന്തെങ്കിലും ഒട്ടിക്കാൻ, ഇതുപോലെ മുറിവില് വെച്ച് മെഡിസിൻ പഞ്ഞിയിൽ വെച്ചിട്ട് അങ്ങനെ ഒട്ടിച്ചു വെക്കാനായിട്ടുള്ളത് അതുണ്ടാകും. പിന്നെ ബ്രഷ് ക്ലീൻ ചെയ്യാനായിട്ട്, അതായത് മുറിവ് പറ്റി അവിടെ ഈ പൊടി അഴുക്കൊക്കെ ഇരിക്കും, അപ്പൊ അതൊക്കെ സ്മൂത്ത് ആയിട്ടുള്ള ബ്രഷ് ആയിരിക്കും, അതൊക്കെ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം. പിന്നെ ബാൻഡേജ്, ചുറ്റാൻ പറ്റുന്ന ബാൻഡേജ്, റോളർ ബാൻഡേജസ്. പിന്നെ സേഫ്റ്റി പിൻസ്. സംടൈംസ് ഈ ബാൻഡേജ് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ സ്ലിംഗ് പോലെയൊക്കെ കയ്യിലിടുമല്ലോ, പെട്ടെന്ന് ഒരു കൈക്ക് ബുദ്ധിമുട്ട് വന്നെങ്കിൽ അതിനൊരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് സ്ലിംഗ് ഇട്ടിട്ടായിരിക്കും ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്ക് മൂവ് ചെയ്യുന്നത്. അത് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സേഫ്റ്റി പിൻസ് ഉണ്ടാവും. പിന്നെ ട്രയാങ്കുലർ ബാൻഡേജസ്. ട്രയാങ്കുലർ ബാൻഡേജസ് പൊതുവെ
ആംസ്ലിംഗ്, അതായത് പെട്ടെന്ന് വീണിട്ട് കൈക്കാൻ ഇഷ്യൂ പറ്റിയെങ്കിൽ ആ കൈ ചിലപ്പോൾ സ്ട്രൈറ്റ് താഴേക്ക് ഇടാനോ അനക്കാനോ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു ബാൻഡേജ് വെച്ചിട്ട്, അതൊരു ക്ലോത്ത് തന്നെയാണ് കേട്ടോ, ട്രയാങ്കുലർ ഷേപ്പിൽ വന്നിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ സെക്യൂർ ചെയ്ത് വെക്കും ചെസ്റ്റുമായിട്ട് ചേർത്തിട്ട്. ചില സമയത്ത് എന്തെങ്കിലും ഹെഡ് ഇഞ്ചുറി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഹെഡ് ഡ്രസ്സിങ്ങിനും ഈ ട്രയാങ്കുലർ ഷേപ്പ് ബാൻഡേജ് യൂസ് ചെയ്യും. അതിന് വേറൊരു പേരുണ്ട്, ക്രാവറ്റ്, CRAVAT. ട്രയാങ്കുലർ ബാൻഡേജിന് ഷേപ്പ് കൊണ്ട് നമുക്ക് മനസ്സിലാകാൻ ട്രയാങ്കുലർ ബാൻഡേജ് എന്നുള്ള നെയിമും ക്രാവറ്റ് എന്നൊരു പേരും ഉണ്ട്. 7th one നീഡിൽസ്, സംടൈംസ് നീഡിൽസ് ആവശ്യമാണ്, സിസേഴ്സ് ആവശ്യമാണ്, ഒലീവ് ഓയിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു രീതിയിൽ. കാണുന്നില്ല, സ്ക്രോൾ ചെയ്യുന്നു. ഒന്ന് സ്ക്രോൾ ചെയ്യാമോ റിജോ? ഞാൻ അത് ശ്രദ്ധിച്ചില്ല. റിജോ ഒന്ന് സ്ക്രോൾ ചെയ്യണേ. നമ്മൾ പറഞ്ഞത് കോട്ടൺ വുൾ. റിജോ ചെയ്ത് വെച്ചിട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ട്. റിജോ ഒന്ന് സ്ക്രോൾ ചെയ്യണേ. ട്രയാങ്കുലർ ബാൻഡേജസിന് ക്രാവറ്റ് എന്ന് പേര് വരും. ട്രയാങ്കുലർ ബാൻഡേജസ് ഇതൊക്കെ ഗൂഗിൾ ചെയ്താൽ കറക്റ്റ് ആ ഒരു ഇമേജ് ഉണ്ടാവും. ഇങ്ങനെ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് നമ്മള് ബാൻഡേജ് ഇടുന്നതിന് മുമ്പ് തന്നെ കൈക്ക് ഇഷ്യൂ ആണെന്നുള്ളത് കൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ട്രയാങ്കുലർ ബാൻഡേജസ്. ഓക്കെ, നീഡിൽസ്, സിസേഴ്സ്, ഒലീവ് ഓയിൽ. ഓയിലിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഒലീവ് ഓയിൽ ചിലപ്പോൾ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ വെക്കും. പിന്നെ ടീസേഴ്സ് അറിയാലോ, ഇങ്ങനെ രണ്ടെണ്ണം ഇങ്ങനെ പ്രസ് ചെയ്ത് എന്തെങ്കിലും വലിച്ചെടുക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ ടീസേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ബോറിക് ലിന്റ്. ഈ ബോറിക് ലിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടീസേഴ്സ് മനസ്സിലായോ? പ്ലക്കർ പോലെ ഇരിക്കുന്നേ, ഇങ്ങനെ വന്നിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചിങ്ങനെ ഇട്ടോ ടീസേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ബോറിക് ലിന്റ്. ബോറിക് ലിന്റ് ആക്ച്വലി ഞാനൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ എന്റെ ചെറുപ്പത്തില്. ഇപ്പോഴത് അത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല, ലെസ് യൂസ് ആണ് ഇപ്പോ. 19th സെഞ്ചുറിയിലായിരുന്നു ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. ഇതൊരു സ്പോഞ്ച് പോലത്തെ ഒരു കോട്ടൺ ഇതാണ്. അത് വൂണ്ട് ഡ്രസ്സിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ബോറിക് ആസിഡിന്റെ ഏതെങ്കിലും എന്താ പറയാ ആന്റിസെപ്റ്റിക് ആയിട്ടുള്ള ലോഷനിൽ ഇത് മുക്കി പിഴിഞ്ഞിട്ട് നമ്മുടെ വൂണ്ടിന്റെ അവിടെ വെച്ച് അത് ക്ലീൻ ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യും. 19th സെഞ്ചുറിയിലാണ് കൂടുതലായിട്ട് ബോറിക് ലിന്റ് യൂസ് ചെയ്യുന്നത്. വൂണ്ട് ഡ്രസ്സിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ലെസ് യൂസേജ് ആണ് ഇതിന്. നെക്സ്റ്റ് സ്പ്ലിന്റർ. ആക്ച്വലി സ്പ്ലിന്റർ എന്നായിരുന്നില്ല അവിടെ വരേണ്ട വേർഡ്. സ്പ്ലിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ നമ്മളുടെ കാലില് കുത്തിക്കൊള്ളുന്ന എന്തെങ്കിലും ലൈക്ക് ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ, വുഡ് പീസോ ഗ്ലാസിന്റെ പീസോ അല്ലെങ്കിൽ മെറ്റലിന്റെ പീസോ, ഏതെങ്കിലും ബോഡി പാർട്സിൽ ചിലപ്പോ ഈ ഇതുപോലുള്ള ഫോറിൻ പാർട്ടിക്കിൾസ് പ്രിക്ക് ചെയ്ത് കയറാറുണ്ട് അല്ലെ. പലപ്പോഴും ഈ ചില ചെടികളുടെ മുള്ളൊക്കെ ചിലപ്പോൾ നിലത്ത് വീണ് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബെയർ ഫൂട്ട് ആയിട്ട് പോകുവാണെങ്കിൽ അത് കുത്തി കയറും, കയറി അങ്ങ് ശരിക്കും ഉള്ളിലേക്ക് പോകും. ചില സമയത്ത് ഇതിന്റെ ടിപ്പ് പുറത്തേക്ക് കാണാമെങ്കിൽ നമുക്ക് വലിച്ചൂരി എടുക്കാം ഒരു ടീസർ വെച്ചിട്ട്. പക്ഷെ അങ്ങനെ വലിച്ചൂരി എടുക്കാൻ പറ്റാതെ ഇത് ഉള്ളിലേക്കായിട്ട് പോകും. ഈ ഇങ്ങനെ കേറുന്ന ആ ഗ്ലാസ് പീസസിനെയാണ് സ്പ്ലിന്റർ എന്ന് പറയുന്നത്. ഗ്ലാസ് പീസ് അല്ലെങ്കിൽ മെറ്റൽ പീസ്, വുഡ് പീസിനെയാണ് സ്പ്ലിന്റർ എന്ന് പറയുന്നത്. നമുക്ക് അവിടെ സ്പ്ലിന്റർ റിമൂവർ എന്നെങ്ങാനും ആഡ് ചെയ്ത് കൊടുക്കണം. സ്പ്ലിന്റർ എന്നല്ല, സ്പ്ലിന്റർ റിമൂവർ. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാല് നമ്മൾ സാധാരണ ചെയ്യുന്നത് ഈ ബേക്കിംഗ് സോഡ ഒരു ടേബിൾ സ്പൂൺ ഈക്വൽ ആയിട്ട് ബേക്കിംഗ് സോഡയും വാട്ടറും കൂടി എടുത്ത് മിക്സ് ചെയ്തിട്ട് ആ ഒരു പേസ്റ്റ്, കാരണം പുറത്തേക്ക് നമുക്ക് ഈ എന്താ പ്രിക്ക് ചെയ്ത് കയറിയതിന്റെ ഷാർപ്പ് എഡ്ജ് കാണാൻ പറ്റുന്നില്ലെങ്കിൽ, ആ ടിപ്പ് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ആ കയറിയ ഭാഗത്ത് ഈ ഇതൊന്ന് പേസ്റ്റ് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് ഒരു ബാൻഡേജുമായിട്ട് കെട്ടി വെച്ചിട്ട് ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ, 24 hours ആ പറയുന്നത്, കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ ബേക്കിംഗ് സോഡയുടെയും വാട്ടറിന്റെയും മിക്സറിന്റെ എഫക്റ്റ് കൊണ്ട് ഈ അകത്തേക്ക് കയറിപ്പോയത് പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരും. അപ്പൊ ടീസർ എന്തെങ്കിലും വെച്ചിട്ട് അതിനെ റിമൂവ് ചെയ്തെടുക്കാം. അപ്പൊ അവിടെ സ്പ്ലിന്റർ റിമൂവർ എന്ന് കൊടുക്കുന്നതായിരിക്കും നല്ലത്. സ്പ്ലിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുപോലുള്ള സ്മോൾ തിൻ ഷാർപ്പ് ബിറ്റ് ഓഫ് വുഡ്, ഗ്ലാസ് ഓർ മെറ്റൽ, അല്ലെങ്കിൽ തോൺസ് ആകാം, പ്ലാന്റ്സിന്റെ തോൺസ്, അങ്ങനെ എന്തെങ്കിലും ആകാം.
അപ്പൊ അത് സ്പ്ലിന്റർ റിമൂവർ എടുക്കുവാണെങ്കിൽ കറക്റ്റ് ആയിരുന്നു. അവിടെ നമുക്ക് ടീസറിന്റെ യൂസ് ആണ് ശരിക്കും സ്പ്ലിന്റർ റിമൂവർ ചെയ്യുന്നത്. പിന്നെ ഉപ്പ് ആവശ്യമായിട്ട് വരും ചില സമയത്ത്, കാരണം സെല്ലിംഗ് ഒക്കെ സംഭവിക്കുന്ന സമയത്ത് ഉപ്പ് കെട്ടി വേണമെങ്കിൽ ബാൻഡേജ് വെച്ച് കെട്ടി വെക്കുകയോ കോട്ടൺ വെച്ച് ഉപ്പ് ഇതാക്കി വെക്കുകയൊക്കെ ചെയ്യാം. പിന്നെ കാർബോളിക് ആസിഡ് ഇസ് നത്തിങ് ബട്ട് ഫിനോൾ ആണ്. അതൊരു ആന്റിസെപ്റ്റിക് ലോഷൻ ആണ്. പലപ്പോഴും സർജറി ടൈമിൽ ഒരു ഇൻസ്ട്രുമെന്റ്സ് ക്ലീൻ ചെയ്യാനൊക്കെ ഫിനോൾ യൂസ് ചെയ്യും. നമുക്ക് ഇവിടെയും ഇതൊരു ആന്റിസെപ്റ്റിക് ലോഷൻ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സോഡിയം ബൈകാർബണേറ്റ്, ഇറ്റ് ഈസ് വെരി കോമൺ, ദാറ്റ് ഈസ് ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത്. ബേക്കിംഗ് സോഡ തന്നെയാണ് സോഡിയം ബൈകാർബണേറ്റ്. ബേക്കിംഗ് സോഡയുടെ യൂസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ളത് കയറുവാണെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വിനീഗർ എന്തിനാന്ന് നമുക്ക് ആകെ ഒരു സംശയം തോന്നും. വിനീഗർ വളരെ നല്ലൊരു നാച്ചുറൽ ആന്റിസെപ്റ്റിക് ആണ്. നമുക്ക് ഈ എന്തെങ്കിലും പ്രാണികളൊക്കെ കുത്തില്ലേ, ഈ കടന്നല് പോലത്തെ സാധനങ്ങളൊക്കെ, അതിന്റെ സ്റ്റിങ്, അതിന്റെ മുള്ളു പോലത്തെ ഭാഗം നമ്മളുടെ കുത്തിയ ഭാഗത്ത് തറച്ചിരിക്കും. അതിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് ആന്റിസെപ്റ്റിക്, നാച്ചുറൽ ആന്റിസെപ്റ്റിക് ആണ് വിനീഗർ. ദെൻ സ്പൂൺ സംടൈംസ് സ്പൂൺ ആവശ്യമായിട്ട് വരാം. ചിലപ്പോൾ ടയേർഡായ ആൾക്ക് എന്തെങ്കിലും മെഡിക്കേഷൻസ് കൊടുക്കാനോ അങ്ങനെ സ്പൂൺ ആവശ്യം വരാം. പിന്നെ നെക്സ്റ്റ് 118 ടിങ്ചർ ഓർ അയഡിൻ. അയഡിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ, ആന്റിസെപ്റ്റിക് ആണ്. മൈനർ വൂണ്ട്സ്, കട്ട്സ്, സ്ക്രാപ്സ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ വരുമ്പോഴാണ് ഈ അയഡിൻ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു പാല് പോലെ ഇരിക്കും. പിന്നെ അതും മാത്രമല്ല, നമുക്കിപ്പോ ഒരു പേഷ്യന്റിന് ഒരു ഇഞ്ചുറി ഉണ്ടായി, മീൻസ് ഒരാൾക്ക് ഒരു ഇഞ്ചുറി ഉണ്ടായ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. എന്തായാലും നമ്മൾ ആ ഭാഗം ഇഞ്ചുർഡ് ആയ പോർഷൻ ഒന്ന് വെള്ളം വെച്ച് കഴുകണം. ഈ വെള്ളം എന്ന് പറയുന്നത് മേ ബി ആ വെള്ളത്തില് വൈറസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അണുക്കളുള്ള വെള്ളമാണെങ്കിൽ അതിനെ ഡിസ്ഇൻഫെക്ട് ചെയ്യാനായിട്ട് അതില് അയഡിന്റെ 2-3 ഡ്രോപ്സ് ഒഴിച്ചാൽ മതി. ആ വാട്ടർ നല്ല ക്ലീൻ ആവും. അതിൽ എന്തെങ്കിലും അണുക്കൾ ഉണ്ടെങ്കിൽ അതെല്ലാം ചത്ത് നശിച്ചു പോകും. ഓക്കെ, അതിന് ഒരു ഡിസ്ഇൻഫെക്റ്റന്റ് ആണ്. വൈറസോ ബാക്ടീരിയോ വെള്ളത്തിലുണ്ടെങ്കിൽ, വാട്ടറിലുണ്ടെങ്കിൽ, വാട്ടർ കണ്ടന്റിലുണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് നശിപ്പിച്ച് കളയാൻ പറ്റുന്ന ഒരു ഡിസ്ഇൻഫെക്റ്റന്റ് ആണ് അയഡിൻ. നല്ല പോലെ നീറും. എനിക്ക് നല്ല അനുഭവം ഉള്ളതാണ്. ഞങ്ങളുടെയൊക്കെ ഒരു സമയത്ത്, മീൻസ് ഞാനൊരു ഹൈസ്കൂൾ ടൈമില് ഒന്ന് വീണിരുന്നു. ആ ഒരു ടൈമില് അയഡിൻ വെച്ചിട്ടായിരുന്നു കംപ്ലീറ്റ് വുണ്ട് ക്ലീൻ ചെയ്തത്. അത് അവര് ഡൈല്യൂട്ട് ചെയ്തില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആന്റിസെപ്റ്റിക് ആണ് അയഡിനും. പിന്നെ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും നമുക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ വെക്കണമെങ്കിൽ ഒന്നുണ്ടോ, എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടോ? ഈ പറയുന്ന ബോറിക്ലിന്റെ കോമൺ അല്ല എന്ന് വെച്ചാൽ ഒരു ക്യൂബോയിഡ് ഷേപ്പ്, ഒരു സ്ക്വയർ പോലെ ഇരിക്കുന്ന ഷേപ്പിലുള്ള സ്പോഞ്ച് ആണ്, കണ്ടിട്ടുണ്ടാവും. അതിങ്ങനെ മുക്കി ഒരു ആന്റിസെപ്റ്റിക് ആയിട്ടുള്ള സൊല്യൂഷനിൽ മുക്കിയിട്ട് പിഴിഞ്ഞ് നമ്മൾക്ക് എവിടെയാണോ പ്രോബ്ലം അവിടെ വരെ വെക്കും. അങ്ങനെ ക്ലീൻ ചെയ്യാന്നൊക്കെ ചെയ്യാറുണ്ട് ഈ ബോറിക്ലിന്റ് യൂസ് ചെയ്തിട്ട്. 12th വൺ സ്പ്ലിന്റർ റിമൂവർ എന്നാക്കുക. കാർബോളിക് ആസിഡ് ഇസ് നത്തിങ് ബട്ട് ഫിനോൾ. സോഡിയം ബൈകാർബണേറ്റ് ഇസ് ബേക്കിംഗ് സോഡ. Vinegar is a good natural antiseptic lotion. Mainly it is used to remove stings. Stings no STINGS. Stings എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇൻസെക്ട് ബൈറ്റ് കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് അതിന്റെ കൊമ്പോ അങ്ങനെ എന്തെങ്കിലും കുത്തിയിരിക്കുവാണെങ്കിൽ അത് റിമൂവ് ചെയ്യാനായിട്ട്. പിന്നെ ടിങ്ചർ അല്ലെങ്കിൽ അയഡിൻ, അതും ഒരു ആന്റിസെപ്റ്റിക് ആണ്. മൈനർ വൂണ്ട്സ്, കട്ട്സ് അതിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ലീൻ ചെയ്യാനും ട്രീറ്റ് ചെയ്യാനായിട്ട് പെട്ടെന്ന് ഉണങ്ങും എന്നാ പറയുന്നത് അയഡിൻ. ഒരു കോട്ടണിൽ മുക്കി ആ വൂണ്ടുള്ള ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ട്രയാങ്കുലർ ബാൻഡേജസ്, ഇറ്റ്സ് യൂസ്ഡ് ആസ് ആം സ്ലിംഗ്. പിന്നെ ഹെഡ് കവർ ചെയ്യാനും നമ്മൾ കണ്ടിട്ടില്ലേ, കുഞ്ഞു ബേബീസിന്റെ മമ്മിഫ എന്ന് പറഞ്ഞൊരു സാധനമില്ലേ, തലയിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് അവരെങ്ങനെ പൊതിഞ്ഞെടുക്കുന്നത്, ആ ഒരു ഷേപ്പാണ് ഈ ട്രയാങ്കുലർ ബാൻഡേജസിനും ഉള്ളത്. അവർക്കുള്ള പോലെ തൊപ്പി ഭാഗം ഇല്ല, പക്ഷെ ആ ഒരു ഷേപ്പിലാക്കി അത് വെച്ചിട്ടാണ് ഇത് കയ്യിൽ ഹാംസ്ട്രിങ് ഒക്കെ ചെയ്യുന്നതും പിന്നെ ഹെഡ് ഡ്രസ് ചെയ്യുന്നതും ഒക്കെ ഇങ്ങനെ കവർ ചെയ്ത് ഹെഡ് ഡ്രസ് ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് ഫസ്റ്റ് എയ്ഡ് കിറ്റിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ? എനി ഡൗട്ട്സ് കിറ്റിനകത്ത്? അഡ്ഹസീവ് ടേപ്പ് ആയിരിക്കും കേട്ടോ, പശയുള്ളത്, നമുക്ക് ഒട്ടിക്കാൻ പറ്റുന്ന ടൈപ്പ്. ഏതാ ടീസേഴ്സ് ആണോ? TWEE ടീസേഴ്സ് എന്റെ കയ്യിൽ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ആക്ച്വലി. ഇങ്ങനെ ഇരിക്കും. നമ്മള്
ആക്ച്വലി നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ടീസർ കണ്ടിട്ടില്ലേ? പിന്നെ ബേക്കറികളിൽ അവര് സീഡ്സും ബാക്കി സ്നാക്സും ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഉപയോഗിക്കില്ലേ ഒരു സാധനം, പ്ലക്കർ പോലെ ഇരിക്കുന്ന. ശരി, ഓക്കെ. കാരണം എന്താ വെച്ചാൽ നമുക്ക് കൈകൊണ്ട് ചെയ്യുന്നതിനേക്കാളും അത് ഡിസിൻഫെക്ട് ചെയ്ത് നല്ലപോലെ ഡിസിൻഫെക്ട് ചെയ്ത് കഴിഞ്ഞ് ഈ പറഞ്ഞ സ്റ്റിങ്സും ഈ ഗ്ലാസ് പീസ് അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും തുളച്ച് കയറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ വൂണ്ടില് ചിലപ്പോ എവിടെയെങ്കിലും വീഴുവാണെങ്കിൽ അവിടെയുള്ള മണ്ണ് കല്ല് ഒക്കെ ആ വൂണ്ടിൽ തറഞ്ഞു നിൽക്കും. അതൊക്കെ പതുക്കെ റിമൂവ് ചെയ്തെടുക്കാൻ ടീച്ചർ ആയിരിക്കും നല്ലത്. കൈകൊണ്ട് ഒന്നും എടുക്കുന്നതിനേക്കാൾ നല്ലത് ടീച്ചർ യൂസ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഗ്ലൗസ് വേണം. ഇതിൽ ഗ്ലൗസ് പറയുന്നില്ല. ഇതിൽ പറയാത്ത എന്തെങ്കിലും ഉണ്ടോ? ഗ്ലൗസ് വെക്കുന്നത് നല്ലതായിരിക്കും അല്ലെ? ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്യില്ലേ? ഹൈഡ്രജൻ പെറോക്സൈഡ് ക്ലീൻ ചെയ്യാൻ. യെസ്, ഹൈഡ്രജൻ പെറോക്സൈഡ് വെക്കാം. ഏതാ എന്തെങ്കിലും എടുത്ത് കാണിക്കുവാണ്. യെസ്, അതിനേക്കാളും ചെറുതാണ് നമ്മള് ഇത് ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ വെക്കുന്നത്. ഇത് നമുക്ക് കുക്കിങ്ങിന് യൂസ് ചെയ്യും. ഇതേ ഷേപ്പ് തന്നെ. കറക്റ്റ്. താങ്ക് യു. ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ? എന്തിനാ ഫസ്റ്റ് എയ്ഡ് എന്നുള്ളതൊക്കെ ക്ലിയർ ആയില്ലേ? പ്രത്യേകിച്ച് ഒരു ചാർട്ടിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൾറെഡി പിന്നെ ഓരോന്നിന്റെയും കാര്യങ്ങൾ നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയാൽ മതി. എന്തിനാ യൂസ് ചെയ്യുന്നത്? പഞ്ഞി ഒക്കെ അറിയാലോ, അദസീവ് ടേപ്പ് എന്ന് വെച്ചാൽ ഒട്ടിക്കാൻ പറ്റുന്ന ടേപ്പാണ്. നമുക്ക് കൈകൊണ്ട് തന്നെ കീറി മാസ്കിംഗ് ടേപ്പ് പോലെ തന്നെ കൈ വെച്ച് കീറി എടുക്കാൻ പറ്റുന്ന ടേപ്പ് ആണെങ്കിൽ അത്രയും സൗകര്യം. പിന്നെ റോളർ ബാൻഡേജസ് ഉണ്ട്, ട്രയാങ്കുലർ ബാൻഡേജസ്. അതിന്റെ യൂസ് നമ്മൾ പറഞ്ഞു, ആംസ്ലിംഗ് ആയിട്ടും ഹെഡ് കവറിനും യൂസ് ചെയ്യും. ഹെഡ് ഡ്രസ്സിങ്ങിന് പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട് ക്രാവിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ നീഡിൽസ്, സിസേഴ്സ്, ഒലീവ് ഓയിലാണ് പ്രിഫറബിളി വെക്കുന്നത്. ടീസേഴ്സ്, ബോറിക്ലിൻറ്റ് 19th സെഞ്ചുറിയിൽ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്തതായിരുന്നു. ഇപ്പോൾ അതില്ല. സോഡിയം ബൈകാർബണേറ്റ് ബേക്കിംഗ് സോഡയാണ്. പിന്നെ കാർബോളിക് ആസിഡ്, ഫിനോൾ, പിന്നെ സോൾട്ട് യൂസ് ചെയ്യും. വിനീഗർ നാച്ചുറൽ ആന്റിസെപ്റ്റിക്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിമൂവ് സ്റ്റിങ്സ്, ഇൻസെക്ട് സ്റ്റിങ്സ്. സ്പൂൺ, അയഡിൻ ഈസ് ആൻ ആന്റിസെപ്റ്റിക്. മൈനർ വൂണ്ട്സ്, കട്ട്സ് ഒക്കെ വരുമ്പോ. പിന്നെ സ്പ്ലിന്റർ, 12th വൺ. സ്പ്ലിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്മോൾ തിൻ ഷാർപ്പ് ബിറ്റ് ഓഫ് വുഡ്, ഗ്ലാസ് ഓർ മെറ്റൽ. പിന്നെ പ്ലാന്റ് തോൺസ്, ഇതെല്ലാം ഈ സ്പ്ലിന്റർ ആണ് വരും. സ്പ്ലിന്റർ റിമൂവർ ആണ് നമുക്ക് ശരിക്കും അവിടെ എഴുതേണ്ട ഒരു വാക്ക്. പിന്നെ ഡ്രസ്സിങ്ങിനോ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡിൽ നമുക്ക് വെള്ളം ആവശ്യമായിട്ട് വരുവാണെങ്കിൽ, ഡ്രിങ്കിങ് പർപ്പസ് അല്ല കേട്ടോ, ക്ലീൻ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും വെള്ളം ആവശ്യമാണ്. ആ വെള്ളം ഒന്ന് ഡിസിൻഫെക്ട് ചെയ്യണം. പെട്ടെന്ന് തിളപ്പിക്കാനൊന്നും നമുക്ക് സമയമില്ലെങ്കിൽ 2-3 ഡ്രോപ്സ് അയഡിൻ, നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ അയഡിൻ ഉണ്ടായിരിക്കണം. അയഡിൻ ഒഴിച്ചു കഴിഞ്ഞാൽ ആ വാട്ടർ ഡിസിൻഫെക്ട് ഉണ്ടാവും. അതിനകത്ത് വൈറസും ബാക്ടീരിയ എല്ലാം ചത്തുടും. ഒലീവ് ഓയിലിന്റെ കാര്യം പറയാമോ? ഓയില് സംടൈംസ് കുട്ടി വീഴുവോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇടിക്കുകയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് അവിടെ ആ ഒരു ഭാഗം സെല്ല് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രൈനെസ് കുട്ടിയുടെ ദേഹത്ത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒലിവ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ ഒരു വെജിറ്റബിൾ ഓയിൽ ആണല്ലോ, കുറച്ചുകൂടെ അത് സ്കിന്നിന് നല്ലതായിരിക്കും. സ്കിൻ റിലേറ്റഡ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ. ഏതാ നീഡിൽസ് പറഞ്ഞില്ലേ? സിറിഞ്ച് നമ്മളോട് ഫസ്റ്റ് എയ്ഡ് ബോക്സ് അങ്ങനെ കാണാറില്ലല്ലോ, ഞാൻ ചോദിച്ചു. അതിപ്പോ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പൊ സ്കൂളിൽ നേഴ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് വീട്ടിൽ നമുക്ക് ഇഞ്ചക്ഷൻ ചെയ്യാനൊന്നും അറിയാത്ത വ്യക്തികൾ അത് സൂക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ സ്കൂളിൽ അങ്ങനെ ഒരു ഇത് വരുവാണെങ്കിൽ അതിൽ നീഡിൽ വെക്കാം. പിന്നെ ഈ നീഡില് പലപ്പോഴും ചില സമയത്ത് ഈ മുറിവൊക്കെ സംഭവിക്കുമ്പോൾ സ്കിൻ ചിലപ്പോ ഇങ്ങനെ പുറത്തേക്കായി നിൽക്കുമായിരിക്കും. അപ്പൊ ആ സ്കിൻ റിമൂവ് ചെയ്യാൻ സിസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നീഡിൽസ് ചിലപ്പോൾ ട്രെയിൻഡ് ആയിട്ട് ആൾക്കാർ കേട്ടോ, നമ്മൾ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റില്ല. നീഡിൽസ് യൂസ് ചെയ്ത് അവരെന്തെങ്കിലും ഒരു സ്കിന്നിന്റെ പാർട്ടിക്കിൾസ് എന്തെങ്കിലും കളയാൻ അതിന് വേണ്ടിയിട്ടായിരിക്കും നീഡിൽസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല. പക്ഷെ വീടുകളിൽ ഈ പറയുന്ന ഇൻസുലിൻ എടുക്കുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നീഡിൽസ് സൂക്ഷിക്കുമല്ലോ.
മാം ഇത്ര ഐറ്റംസുകൾ ഇപ്പൊ സാധാരണ സ്കൂളിൽ സൂക്ഷിക്കാറില്ല. ഇല്ല. അതെ അതെ. അതെന്ന് വെച്ചാൽ എന്തെങ്കിലും നിസ്സാരമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ പാരന്റ്സിന്റെ ഇതെന്ന് വെച്ചാല് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അങ്ങനെയാണ് ഇപ്പൊ നിർദ്ദേശം. ഇപ്പൊ അങ്ങനെയാണല്ലോ. അല്ല, അപ്പൊ ബ്ലഡ് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യണമല്ലോ. മീൻസ് ഒഴുകിക്കൊണ്ടിരിക്കുവാണെങ്കിൽ. പിന്നെ ചെറിയൊരു മുറിവൊക്കെ ആണെങ്കിൽ അവിടെ മറ്റേ ഓയിൽമെന്റ് അങ്ങനെ ചെയ്യും. എന്നാലും ഇത്ര ഐറ്റംസ് സാധാരണ കാണാറില്ല. ഇതിപ്പോ ജനറലി പറയുന്നതാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ആക്ച്വലി എനിക്ക് തോന്നുന്നു ആവശ്യമുള്ളത് കോട്ടൺ, ബാൻഡേജ്, പിന്നെ പാരസെറ്റമോൾ ഒക്കെ ഉണ്ട് ഇപ്പൊ സ്കൂളില്. കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ടീച്ചേഴ്സ് ബാം ചെയ്തോളും. പിന്നെ വീട്ടിലേക്ക് വിളിച്ചു പറയും ഒരു പാരസെറ്റമോൾ കൊടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ബോർഡിംഗ് ഹോസ്റ്റലൊക്കെ ആവുമ്പോ അവര് കുറച്ചുകൂടി ഓയിൻമെന്റ് ഒക്കെ ഉണ്ടാവില്ലേ മാം? ഓയിൻമെന്റ് ഒക്കെ ഉണ്ടാവും. പിന്നെ സാധാരണ വെക്കാറുണ്ട്. ബെറ്റാഡിൻ, അത് തന്നെ. അതാണ് ഇപ്പൊ എല്ലാരും സൂക്ഷിക്കുന്നത്. അതൊക്കെയാണ് ഇപ്പൊ സാധാരണ വെക്കാറ്. പിന്നെ ഈ ബോർഡിംഗ് ഹോസ്റ്റലൊക്കെ ആവുമ്പോ അവര് ചിലപ്പോൾ മെഡിസിൻസ് അവർക്ക് സൂക്ഷിക്കേണ്ടി വരും. അവർക്ക് നേഴ്സ് ഉണ്ടാവും, എന്തായാലും അവിടെ നേഴ്സ് ഉണ്ടാവും. പ്രസിഡന്റ് ആയിട്ട് തന്നെ നേഴ്സ് കാണും. കാരണം പെട്ടെന്നൊരു എമർജൻസി പനിയൊക്കെ വരുമ്പോഴേക്കും അവിടെ താമസിക്കുമല്ലേ കുട്ടികള്. അപ്പൊ പനി, അങ്ങനെ സ്റ്റൊമക് അപ്സെറ്റ് അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ തന്നെ അങ്ങനെയുള്ള മെഡിസിൻസ് അവർ. അപ്പൊ ഓരോ ഏതാണോ സിറ്റുവേഷൻ അവിടെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാറ്റം ഉണ്ടാവും. ഇത് ജനറലി പറഞ്ഞു എന്ന് മാത്രം. ഫസ്റ്റ് എയ്ഡ് കിറ്റ്. ഓക്കെ, അപ്പൊ അതായിരുന്നു ഇന്ന് ആക്ഷൻ സോങ്ങിന്. ആരെങ്കിലും റെഡിയാണോ? ഒരു റോൾ പ്ലേയോ? ഒരു ബ്രേക്കിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് കണ്ടിന്യൂസ് പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു. ആരുമില്ല അല്ലേ? എല്ലാരും ചെയ്യേണ്ട ആക്ടിവിറ്റി തന്നെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ആ ചെയ്യുന്നവർ മാത്രമേ ഇപ്പൊ ക്ലാസ്സിൽ പ്രസന്റ് ഉള്ളൂ എന്ന് തോന്നുന്നു. ഹലോ, പറഞ്ഞു. രണ്ടുപേര് പറഞ്ഞു. എനിക്ക് ക്ലിയർ ആയില്ല രണ്ടും. നമ്മൾ ഈ ചെയ്യുന്ന ആക്ഷൻ സോങ്സും റൈംസും പ്രയർ സോങ്സും ഒക്കെ ഉണ്ടല്ലേ നമ്മള് റെക്കോർഡ് ബുക്കിൽ എഴുതുന്നതും? പ്രയർ സോങ് റെക്കോർഡ് ബുക്കിൽ എഴുതാം. പക്ഷെ ഇന്നിപ്പോ മാനേജ് ചെയ്യായിരുന്നില്ലേ ഇന്ന് പറഞ്ഞ പ്രയർ? അത് ക്രിയേറ്റഡ് അല്ലല്ലോ. നിങ്ങൾ തന്നെ എഴുതിയ പ്രയർ തന്നെ റെക്കോർഡ് ബുക്കിൽ എഴുതണം. ഞങ്ങൾക്കൊക്കെ 2 പ്രയർ സോങ് ആയിരുന്നു. ഞാൻ 2 പറയുന്നില്ല, ഒരെണ്ണം. എത്ര റെക്കോർഡ് ബുക്ക് പറഞ്ഞിട്ടുണ്ടായത്? എന്തിനൊക്കെ ഞാൻ മറന്നുപോയി. 5 ഞാൻ അത് ഗ്രൂപ്പിൽ ഇട്ടേക്കാം, ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. ഓക്കെ ഓക്കെ. ഞാനൊരു റോൾ പ്ലേ പറയട്ടെ? യെസ്. ജസ്റ്റ് പ്രിപ്പയർ ചെയ്താണ്, ചെറുതാണ്. ഓക്കെ, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉള്ള ഒരു കോൺവെർസേഷൻ ആണ്. Me. Hello, Shreya. How are you? Shreya, I am not well. What about you? Me. I am fine too. Thank you. What happened to you? Shreya. Nothing serious, but I feel very weak. I feel very weak. Me. You are looking very sad. You are very careless about your health. Shrija. Yes. You are absolutely right. Me. I have a solution. Do physical exercise and meditation daily. And only eat healthy food. Do not eat junk food. Shreya. I do not take physical exercise. That's why I feel very weak. Me. If you are taking exercise daily, you won't feel weak and you will keep yourself fit and healthy. Shreya. Thank you so much, dear. Me. Most welcome and take care, dear. ഓക്കെ, മനുഷ്യ നോട്ട് ചെയ്തിട്ടുണ്ട്. ആക്ഷൻ സോങ് ആരും ഇല്ലല്ലോ, നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോവാലോ. നെക്സ്റ്റ് PFA ആണ് പറയാൻ പോകുന്നത്. അതായത് മെയിൻലി നമ്മളുടെ ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന കാര്യം ഫസ്റ്റ് എയ്ഡ്, മെന്റൽ, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്, PFA. ഓക്കെ, 5 ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? Assisting people in the immediate
aftermath of disaster and terrorism. എവിടെയെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് അല്ലെങ്കിൽ ബാറ്റിൽ ഒരു വാർ നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാരുടെ മെന്റൽ ബാലൻസ് തന്നെ തെറ്റും. അവർക്കപ്പോൾ ഇനീഷ്യലി ഒരു ഡിസ്ട്രസ് ഉണ്ടാകും. അത് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് PFAയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. 5 ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? മാം ഇത് ഏതാ എടുക്കുന്നത്? ഇപ്പോ നമ്മളുടെ ഇതിലില്ല, ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, നമ്മളുടെ സിലബസിൽ ഫസ്റ്റ് എയ്ഡ് മെന്റൽ എന്നാണ് ഉള്ളത്. നമ്മുടെ PDF-ല് പ്യുവർ ഫസ്റ്റ് എയ്ഡ് മാത്രമേ ഉള്ളൂ, PFA നമുക്കില്ല. അത് നിങ്ങൾ അതുകൊണ്ട് PFA നല്ല പോലെ PFAക്ക് വേണ്ടിയിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. നമ്മളുടെ ചുറ്റുപാട് നടന്ന ഏതെങ്കിലും കലാമിറ്റീസ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ എടുത്തിട്ട് നിങ്ങൾക്ക് അത് വെച്ചിട്ട് അനലൈസ് ചെയ്ത് കാര്യങ്ങൾ എഴുതാം. ഏതെങ്കിലും കേസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്, മെന്റൽ ഫസ്റ്റ് എയ്ഡ് ആണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് PFA. assisting people in the immediate aftermath of disaster and terrorism. എന്തിനാണ്? To reduce their initial distress. ആക്ച്വലി PFA ഹാൻഡിൽ ചെയ്തിരുന്നത് ഈ നോൺ മെന്റൽ ഹെൽത്ത് എക്സ്പേർട്ടുകളാണ് ഹാൻഡിൽ ചെയ്തത്. കാരണം വോളണ്ടിയേഴ്സ് ആയിട്ട് ആ ഒരു ഏരിയയിലേക്ക് നിറയെ ആളുകൾ വരില്ല. പെട്ടെന്നൊരു ഡിസാസ്റ്റർ സംഭവിക്കുമ്പോൾ ഫ്ലഡ് സംഭവിച്ചിടത്തേക്ക് നിറയെ വോളണ്ടിയേഴ്സ് വരും, അവർ ഹെൽപ്പ് ചെയ്യും. അവരായിരിക്കും ഇത് ഫസ്റ്റ് കാണുന്നത്. ഇങ്ങനെ ഡിസ്ട്രസ്ഡ് ആയിട്ടുള്ള ആളുകൾ പീപ്പിളിനെ കാണുന്നത് ഈ വോളണ്ടിയേഴ്സ് ആയിരിക്കും. അവർ അസിസ്റ്റ് ചെയ്യുന്നു ഇവരെ. ശരിക്കും അവർ അത്ര ഹെൽത്ത് എക്സ്പേർട്ട് ഒന്നും ആയിരിക്കില്ല, സ്വയം സഹായിക്കാൻ വേണ്ടി ഓടി വരുന്നവരല്ലേ. അപ്പൊ ഇങ്ങനെ ഡിസ്ട്രസ് അനുഭവിക്കുന്നവരെ ഫർദർ അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്ന് തോന്നുവാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ അതിന് വേണ്ടുന്ന ആളുകളെ വിളിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ, ഒരു നാച്ചുറൽ കലാമിറ്റി ഒരിടത്ത് നടന്നു, വോളണ്ടിയേഴ്സ് ആർ നീഡഡ് എന്നും പറഞ്ഞ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അനൗൺസ്മെന്റ് കൊടുക്കും. ആ വോളണ്ടിയേഴ്സ് അവിടേക്ക് പോണതിന് മുമ്പ് തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇവരെ എല്ലാം ഒന്ന് വിളിച്ച് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് അവർ ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ധാരണ കൊടുത്തിട്ട് അവർക്കൊരു ചെറിയൊരു ട്രെയിനിങ് സെഷൻ പോലെ കൊടുക്കും. അത് വളരെ ലിമിറ്റഡ് ടൈമിലായിരിക്കും കൊടുക്കുന്നത്. പക്ഷെ അവിടെ ചെന്ന് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അവർ പെട്ടെന്ന് തന്നെ എക്സ്പേർട്സ് ആയിട്ടുള്ള മെന്റൽ ഹെൽത്തിലെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളെ ഇൻഫോം ചെയ്യുന്നു. അവര് പെട്ടെന്ന് ആ ഏരിയയിലേക്ക് വന്ന് വേണ്ടുന്ന അസിസ്റ്റൻസ് കൊടുക്കും. ചിലർക്ക് ഷോർട്ട് ടൈമിൽ മതിയാകും, ചിലർക്ക് ചിലപ്പോൾ ആ ഒരു ട്രോമ അത് കുറേ നാളത്തേക്ക് ലോങ് ടേം ആയിട്ട് ചിലപ്പോൾ മെഡിസിൻ എടുക്കേണ്ട അവസ്ഥയിലേക്ക്, അങ്ങനെ മെഡിസിൻ എടുത്ത് ക്യൂർ ചെയ്യേണ്ട രീതിയിലേക്ക് പോകും. കാരണം അതിന് പാരന്റ്സിന് നഷ്ടപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ വളരെ ഇതായിരിക്കും. അല്ലെങ്കിൽ കുട്ടികളെ നഷ്ടപ്പെട്ട പാരന്റ്സ്, അങ്ങനെ ലോസസ് നിറയെ ഉണ്ടാവും. ഇതുപോലുള്ള ഡിസാസ്റ്റർ അല്ലെങ്കിൽ ടെറർ അറ്റാക്ക്, വാർ ഒക്കെ വരുമ്പോൾ ഡിസാസ്റ്റർ ഇതുപോലുള്ള ഡിസ്ട്രസ്ഡ് ആയിട്ടുള്ള പീപ്പിൾ ആയിരിക്കും റിസൾട്ട് ചെയ്യുന്നത്. ഓക്കെ, സന്തോഷം എന്നുള്ളത് കുറേ നാളത്തേക്ക് അവരുടെ മനസ്സിലുണ്ടാവില്ല. സോ അതുകൊണ്ടാണ് PFAയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ഇതിന്റെ ഒരു കമ്പണൻസ്. അപ്പൊ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ എനിക്കൊരു ലോസ് സംഭവിച്ചു, വളരെ വലിയ ലോസ്, ഞാൻ ഭയങ്കര ഡിസ്ട്രസ്ഡ് ആണ്. അപ്പൊ ശരിക്കും PFA എന്തിനാ? വൈ PFA is needed in that case? മെന്റൽ സപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട്. യെസ്, മെന്റൽ സപ്പോർട്ട് നൽകുന്നത്. അത് കറക്റ്റ് ആ ടൈമിൽ കിട്ടിയില്ലെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കും? എന്റെ അവസ്ഥ വളരെ മോശമാവും, ഡിസോർഡർ ഭയങ്കരമായിട്ട് കൂടും. അതുകൊണ്ട് ഡിപ്രഷനിലേക്ക് പോകും. സോ പ്രൊട്ടക്ടിങ് ഫ്രം ഫർദർ ഹാം ഇതിന്റെ ഒരു മെയിൻ കമ്പണന്റ് ആണ്. കൂടുതൽ ഹാം ആകുന്നതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഭയങ്കര സ്ട്രെസ് ആയിരിക്കും, സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും. പക്ഷെ അപ്പൊ ഇങ്ങനെ ഒരു സപ്പോർട്ടിങ് ഹാൻഡ് ആയിട്ട് ഒരു വോളണ്ടിയർ വന്നു കഴിയുമ്പോൾ ആ സംസാരിക്കാനുള്ളത് ഫസ്റ്റ് റിലീവ് ആകുവാണ്. സംസാരിക്കാൻ ഓപ്പൺ അപ്പ് ആവാനായിട്ട് പറ്റും. സോ ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് വിത്തൗട്ട് പ്രഷർ. അതായത് ആളുകൾക്ക്, ഡിസ്ട്രസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവരെ കേൾക്കാനായിട്ട് ഒരാൾ അവിടെ ചെയ്യുക. അങ്ങനെ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ രീതിയിൽ ഒരാൾ അവിടെ ചെല്ലുവാണല്ലോ. സോ ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് വിത്തൗട്ട് പ്രഷർ. അവിടെ ഒരു ആക്റ്റീവ് ലിസണിങ് ആണ് നമുക്ക്. ക്യാൻ യു ജസ്റ്റ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ലിസണിങ് ആൻഡ് ഹിയറിംഗ്? ലിസണിങ് ഹിയറിംഗും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാം.
ലിസൺ ചെയ്യുകയാണെന്ന് വെച്ചാൽ ജസ്റ്റ് അത് കേൾക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ലിസൺ ചെയ്യുക എന്ന് പറഞ്ഞാല് അവര് പറയുന്ന കാര്യങ്ങൾ ഫുള്ള് നമ്മൾ കേട്ടിട്ട് അതിന് സൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും മെന്റലി പ്രിപ്പയർ ചെയ്യാൻ കൂടി ചെയ്യും. യെസ്, കറക്റ്റ്. ഇപ്പൊ ഞാനിവിടെ ക്ലാസ് എടുത്തോണ്ടിരുന്നപ്പം അപ്പുറത്തെ വീട്ടിലെ പൂച്ച എങ്ങനെയോ ഇവിടെ കയറി, അത് കരഞ്ഞു. ഞാനത് ഹിയറിംഗ് ഞാൻ കേട്ടേ ഉള്ളൂ, ഞാൻ റെസ്പോണ്ട് ചെയ്തില്ലല്ലോ, അതിന് ഞാൻ ഫുഡ് കൊടുക്കാൻ ഒന്നും ചെയ്തില്ല. ഇറ്റ് വാസ് ജസ്റ്റ് ഹിയറിംഗ്. ക്ലാസ് റൂമിൽ അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് ലിസണിങ്, ഹിയറിംഗ് അല്ല. അതേസമയം നമ്മളിപ്പോ എന്തെങ്കിലും കിച്ചണിൽ കുക്ക് ചെയ്യാന്ന് വിചാരിച്ചോ, പാട്ട് വെച്ചിട്ടുണ്ട്, നമ്മള് പാട്ട് അവിടെ ഹിയറിംഗ് കേൾക്കുവാണ്, ഇങ്ങനെ കേട്ട് ഇങ്ങനെ പോയി. പക്ഷെ ലിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ലിസണിങ് ദാറ്റ് വിത്ത് അവർ ഹാർട്ട്, അല്ലെ? ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഹാർട്ട് ഹിയറിംഗ് ആണ്, ഹൃദയം കൊണ്ടാണ് കേൾക്കുന്നത്. വ്യത്യാസമുണ്ട് ഹിയറിംഗ് ആൻഡ് ലിസണിങ്. അത് ആക്റ്റീവ് ലിസണിങ് ആകുമ്പോഴേക്കും കുറെ കൂടെ ഡിഫറൻസ്. നമ്മളിപ്പം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ പുറത്തൂടെ വണ്ടി പോകുന്നു, ആൾക്കാർ സംസാരിച്ചിട്ട് പോകുന്നു, അതെല്ലാം ഹിയറിംഗ് ആണ്. ഒരു ക്ലാസ് നടക്കുകയാണ്, നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുവാണ്, നമ്മൾ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധിക്കുന്നു, ക്ലാസ് നമ്മൾ ലിസണിങ് ആണ്. പുറത്തൂടെ പോകുന്ന ബാക്കി സൗണ്ട്സ് എല്ലാം ഹിയറിംഗ് ആണ്. ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കണം. സോ ആക്റ്റീവ് ലിസണിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ കമ്പാഷൻ, അവരോടുള്ള ഒരു എന്താ പറയാ, വളരെ സ്നേഹത്തോടെയും കരുണയോടുകൂടിയുള്ള പെരുമാറ്റം. എംപതി, കമ്പാഷൻ, എംപതി എല്ലാം ഇതിന്റെ കമ്പണൻസ് ആണ്. ഇന്ന് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അക്നോളജ് ചെയ്യുന്നു, ഞങ്ങളത് കേൾക്കുന്നുണ്ട്, ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. സോ അക്നോളജിങ് ദെയർ കൺസേൺസ്, അതിന് നമ്മൾ സൊല്യൂഷൻസും നമ്മൾ കൊടുക്കുന്നു. അഡ്രസ്സിങ് ദെയർ കൺസേൺസ്, അഡ്രസ്സിങ് ആൻഡ് അക്നോളജിങ് കൺസേൺസ്. പിന്നെ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ഏറ്റവും നല്ല ഡിസ്കസ് ചെയ്യാനുള്ള മാർഗം, സംടൈംസ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആള്, നമ്മളാണ് വോളണ്ടിയർ എന്ന് വിചാരിക്കുക, നമ്മുടെ മുമ്പിൽ ടെൻഷനിലിരിക്കുന്ന ഒരു വ്യക്തി, ഞാൻ എന്തെല്ലാം ഒന്നുകൂടെ പറയും. അഡ്രസ്സിങ് ആൻഡ് അക്നോളജിങ് കൺസേൺ. അവർക്ക് കുറെ കൺസേൺസ് ഉണ്ടാവും. ഞാൻ എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ ജീവിക്കും, അങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പൊ അത് നമ്മൾ അക്നോളജ് ചെയ്യുന്നു, നമ്മൾ അത് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞ് അത് അഡ്രസ് ചെയ്യുന്നു, നമ്മൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് അവരെത്തിക്കും. എന്തുകൊണ്ട് അവരെ ജീവിക്കണം, അവർക്ക് ഏത് രീതിയിൽ ജീവിക്കാൻ പറ്റും എന്നുള്ളത് അഡ്രസ് ചെയ്യുന്നു. ആ ഒരു ഇഷ്യൂ മാത്രമാവില്ല, വേറെ പലതും അവർ പറയണ്ടാവും. ചിലപ്പോൾ സർട്ടിഫിക്കറ്റ്സ് നഷ്ടപ്പെട്ട സ്റ്റുഡന്റ് ആയിരിക്കാം, ഞാൻ എന്ത് ചെയ്യും, എന്റെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ട്, അത് അഡ്രസ് ചെയ്ത് അതിന് വേണ്ടുന്ന സൊല്യൂഷൻ നമുക്ക് കൊടുക്കാം. പിന്നെ എപ്പോഴും സൊല്യൂഷൻസ് കൊടുക്കുമ്പോൾ നമ്മളുടേതായുള്ള അഭിപ്രായം അവരിലേക്ക് അടിച്ചേൽപ്പിക്കരുത്, ജഡ്ജ്മെന്റൽ ആകരുത്. അവരോട് തന്നെ, കാരണം അവരെ കേപ്പബിൾ ആക്കണമെങ്കിൽ അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് അവരോട് തന്നെ ചോദിക്കാം. അപ്പൊ അവരാലോചിക്കും, ശരി അങ്ങനെ സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യണം, അവര് തന്നെ സൊല്യൂഷൻ പറയും. ഞാൻ ഇങ്ങനെ ചെയ്താൽ ശരിയാകില്ലേ, ആ രീതിയിൽ അവരെ കൊണ്ട് പറയിപ്പിക്കണം. നമ്മളായിട്ട് പറയാൻ നിൽക്കരുത്. പക്ഷെ സെക്കൻഡ് കേസസ് ഉണ്ട്, ചിലർ ഭയങ്കര ഡൗൺ ആയിരിക്കും, അവർക്ക് അവരുടേതായ ഒന്നും അവരുടെ സെൻസിൽ വരില്ല. ആ സമയത്ത് നമുക്ക് പറ്റിയില്ലെങ്കിൽ വേറെ എക്സ്പേർട്ടിന്റെ സഹായത്തോടു കൂടി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറയാം. ദെൻ സോഷ്യൽ സപ്പോർട്ട്. ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിലേക്കാണ് പോകുന്നത്. സോ അവിടെ നിന്നുള്ള സപ്പോർട്ട് എല്ലാം കൊടുക്കും. ലൈക്ക് സർട്ടിഫിക്കറ്റ്സ് പോയി അത് റെഡിയാക്കി കൊടുക്കണം, ആധാരം നനഞ്ഞു കുതിർത്തുപോയി, ഫ്ലഡ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ കത്തിപ്പോയി അത് ശരിയാക്കി കൊടുക്കുക, വീട് ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. സോ അങ്ങനെ രീതിയിൽ സോഷ്യൽ സപ്പോർട്ട് അവർക്ക് കിട്ടണം. വീണ്ടും അവരുമായിട്ട് വീണ്ടും സംസാരിക്കാനുള്ള സിറ്റുവേഷൻസ്, അതായത് ഓഫർ ടു റിട്ടേൺ ടു ടോക്ക്, വീണ്ടും സംസാരിക്കാനായിട്ട് ഉള്ള സിറ്റുവേഷനിലേക്ക് വരുന്നുള്ള പറയുക. പിന്നെ എന്തെങ്കിലും ചില കാര്യങ്ങളിൽ അസിസ്റ്റൻസ് വേണം, അതിന് വേണ്ടുന്ന റെഫറൻസ് കൊടുക്കാം. ഇപ്പം മെഡിക്കേഷൻ വേണ്ടുന്നതാണെന്ന് മനസ്സിലാക്കുവാണെങ്കിൽ മെഡിസിൻ എടുക്കണം, ഡിപ്രഷനിലേക്ക് പോവുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് റെഫർ ചെയ്യാം അതിനനുസരിച്ചുള്ള എക്സ്പേർട്ടുകൾ. സോ നമ്മൾ പറഞ്ഞത് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ആണ് PFA. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻസ്. അത് ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിന്റെ കേസ് ആണെങ്കിലും, കുട്ടികളാണെങ്കിലും, കുട്ടികൾക്ക് പെട്ടെന്ന് ഇപ്പോ ഒരു പാരന്റ് നഷ്ടപ്പെട്ട ഒരു കുട്ടി, ഇതിന്റെ സെക്കൻഡ് ഫേസ് ഓഫ് ലൈഫാണ്, അതുവരെ ഉണ്ടായിരുന്ന ആള് കൂടെയില്ല, അവിടെ ഒരു വലിയൊരു ലോസാണ്, തിരിച്ചു കിട്ടാത്തൊരു ലോസാണ്. സോ ഒരു വാക്വം അവിടെ സംഭവിച്ചിരിക്കുവാണ്. ആ കുട്ടി സ്കൂളിലേക്ക് വരുമ്പോൾ ടീച്ചറുടെ റെസ്പോൺസിബിലിറ്റി കൂടുവാണ് ആ കുട്ടീനെ വെച്ചിട്ട്. അതിനനുസരിച്ച് ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് PFA ഈസ് വെരി ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്.
നമുക്ക് മുറിവ് ഉണങ്ങും, പക്ഷെ മനസ്സിനും അതുപോലുള്ള ഇഞ്ചുറീസ് സംഭവിക്കും. അതെങ്ങനെ ട്രീറ്റ് ചെയ്യാം അതാണിത്. ഇതെല്ലാമാണ് നമുക്ക് ഇതിന്റെ മെയിൻ കമ്പണൻസ് ആയിട്ട് പറയുന്നത്. പ്രൊട്ടക്ടിങ് ഫ്രം ഫർദർ ഹാം, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്തുകൊണ്ടാണ് അവർക്ക് ഒരു PFA അങ്ങനെയുള്ള ഒരു എയ്ഡ്, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിന്റെ ആവശ്യം? കൂടുതൽ അവർ ഡിസ്ട്രെസ്സിലേക്കോ ഡിപ്രഷനിലേക്കോ പോകാതിരിക്കാനായിട്ട് അവരെ ഫർദർ ഹാമിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുക. പ്രൊട്ടക്ടിങ് ഫ്രം ഫർദർ ഹാം. ഓപ്പർച്യൂണിറ്റി ടു, അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുക ടു ടോക്ക് വിത്തൗട്ട് പ്രഷർ. കാരണം അവർ അതുവരെ സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ ഇല്ലാണ്ടാവുകയോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ജീവിച്ചിരുന്ന സിറ്റുവേഷൻ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിലും അവരുടെ അടുത്ത് നിന്ന് അവർക്ക് പ്രഷർ ഒന്നുമില്ല, അവർക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് ആരോടെങ്കിലും, അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് നഷ്ടപ്പെട്ടു. സോ അത് പ്രൊവൈഡ് ചെയ്യുന്നു, ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് വിത്തൗട്ട് പ്രഷർ. ആക്റ്റീവ് ലിസണിങ്, ആക്റ്റീവ് ലിസണിങ് എന്താ ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നുന്നു. ദെൻ കമ്പാഷൻ, എംപതി. എന്താ എംപതി? വാട്ട് ഈസ് എംപതി? സിമ്പതിയുടെ ഓപ്പോസിറ്റ് അല്ലേ? എന്തോ അല്ലേ? സിമ്പതി മീൻസ് സഹതാപം, എംപതി മീൻസ് സഹാനുഭൂതി. മലയാളം മീനിങ് പറയുവാണെങ്കിൽ, പക്ഷെ അത് തമ്മിലുള്ള വ്യത്യാസം. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നേപ്പാളിൽ ഇപ്പം കുറെ നാള് മുമ്പ് ഒരു എർത്ത് ക്വിക്ക് സംഭവിച്ചു. നമ്മളിവിടെ നിന്ന് ന്യൂസ് ഒക്കെ വായിച്ചു, നമുക്ക് അവർക്ക് കഷ്ടപ്പെട്ടു, സങ്കടമൊക്കെ തോന്നി അല്ലെ? സോ ഇറ്റ് ഇസ് സിമ്പതി. നമ്മളവിടെ ഒന്നും ചെയ്തില്ല, ഓ കഷ്ടം അത്രയും പറഞ്ഞോളൂ, ദാറ്റ് ഇസ് സിമ്പതി. നമ്മൾ ആ സംഭവിച്ച ആൾക്കാരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുക. വീട് നഷ്ടപ്പെട്ടവര്, റിലേറ്റീവ്സ് നഷ്ടപ്പെട്ടവര്, അനാഥരായിട്ടുള്ളവര്, അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് നമുക്ക് കൂടെ ഭയങ്കര സങ്കടം വരുക, ചിലപ്പോ കണ്ണൊക്കെ നിറഞ്ഞു വിചാരിച്ചു. ദാറ്റ് ഇസ് എംപതിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അയാളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മൾ അവർക്കൊരു ഹെൽപ്പ് ചെയ്യണം ഇവിടെ നിന്നുകൊണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഗവൺമെന്റ് വല്ല ഫണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർക്ക് ഹെൽപ്പ് പോവുകയാണ്, നമ്മൾ ആ ഹെൽപ്പ് കൊടുക്കുമ്പോൾ എംപതി കുറച്ചുകൂടെ കറക്റ്റ് ആയി. പുട്ടിങ് one shoes in our feet and understanding their problem. അതാണ് ശരിക്കും എംപതിക്ക് പറയുന്ന ഒരു ഡെഫിനിഷൻ. വേറൊരാളുടെ സ്ഥാനത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുവാണ്. സോ ദാറ്റ് ഇസ് എംപതി. എപ്പോഴും എംപതി ആയിരിക്കണം നമ്മൾ കാണിക്കേണ്ടത്. സിമ്പതി ആർക്കും ഇപ്പൊ ആവശ്യമില്ലല്ലോ. എംപതി കാണിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരുടെ പ്രോബ്ലം. അപ്പൊ ഭയങ്കരമായിട്ട് എന്താ പറയാ, ചൂടായിക്കൊണ്ട് ഒരാൾ സംസാരിക്കുക, നമ്മള് അയാള് ഭയങ്കരമായിട്ട് ചൂടാവും, നമ്മളും തിരിച്ചതുപോലെ പറയുവാണെങ്കിൽ അതിലെന്താ അർത്ഥം? ജസ്റ്റ് അയാളുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുക, എന്തുകൊണ്ടാണ് അയാൾ റേസ് ചെയ്യുന്നത്. സോ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹിസ് ഫീലിങ്സ്. അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിൽ ഈ ഫീലിങ്സ് മനസ്സിലാക്കുകയും റെസ്പെക്ട് ചെയ്യുന്നതിന്റെ ഇതും എംപതിയുടെ ഒരു ഭാഗം തന്നെ. ഒരു മനോഹരമായ വീഡിയോ ഉണ്ടായിരുന്നു, 2 മിനിറ്റ് വീഡിയോ. ആക്ച്വലി എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ റിജുവിക്ക് ഷെയർ ചെയ്യാനും വിട്ടുപോയി. ഇതിങ്ങനെ ഇത്ര ഡിസ്കഷൻ വരുന്ന വിചാരിച്ചില്ല. യൂട്യൂബിൽ കണ്ടൊരു വീഡിയോയിൽ ആളുകളെ കാണിക്കുന്നില്ല, ഒരു ലേഡിയുടെ കൈയും ഒരു മെയിലിന്റെ കാലും മാത്രമേ കാണിക്കുന്നു. ഇയാളെ ദിവസം ഓഫീസിലേക്ക് പോകണമെന്ന് തോന്നുന്നു, ദിവസവും പോകുന്നു. ഇയാള് പോകാൻ റെഡി ആവുന്നതിന് മുമ്പ് ഈ ലേഡി ബ്ലാക്ക് ഷൂ ആണ്, ഷൂ നല്ല പോലെ പോളിഷ് ചെയ്ത് വെക്കുന്നു. അതിനകത്ത് മ്യൂസിക് മാത്രമേ ഉള്ളൂ, നോ ഡയലോഗ്സ്. പോളിഷ് ചെയ്ത് കൊടുക്കുന്നു, നല്ല ഭംഗിയായി വൃത്തിയാക്കി അവർ വെക്കുന്നു. ഇയാൾ അതിട്ടിട്ട് പോകുന്നു, ചെളിയിൽ കൂടെ നടക്കുന്നു. തിരിച്ചു വരുമ്പോഴേക്കും ആ ഷൂ ആകെ മുഴുവൻ അഴുക്കായിട്ടുണ്ടാവും. അത് ഷൂ ഇങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ ഊരുന്നത് തന്നെ അയാളെ വലിച്ചെറിഞ്ഞിടും. ഒരു സ്ഥലത്താണെങ്കിൽ മറ്റത് വേറെ സ്ഥലത്തായിരിക്കും. എല്ലാ ഡേയും ഇത് റിപ്പീറ്റ് ചെയ്യുക, ഈ സെയിം സാധനം എല്ലാ ഡേയും റിപ്പീറ്റ് ചെയ്യാറ്. പിന്നെ ഒരു ദിവസം രാവിലെ ഈ ലേഡി ഷൂ പോളിഷ് ചെയ്യാനായിട്ട് എടുത്തപ്പോ അത്രയ്ക്ക് വൃത്തികേടായിട്ടിരിക്കുന്നു. അവർക്കങ്ങ് മടുത്തുപോയി. കാരണം അവർ അത്രയും കഷ്ടപ്പെട്ട് നല്ല ഭംഗിയാക്കിയാണ് ദിവസവും കൊടുക്കുന്നത്. അവരന്ന് പോളിഷ് ചെയ്യില്ല, അവിടെ തന്നെ ഇടും. ഇയാള് വന്ന് നോക്കുമ്പോ ഈ ഷൂ പോളിഷ് ചെയ്തിട്ടില്ല. സോ പോളിഷ് ചെയ്യാതെ ഇടാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് വൃത്തികേടായിരിക്കുക. പുള്ളി എന്ത് ചെയ്യും? തന്നെത്താനെ പോളിഷ് ചെയ്യും. ഷൂ പോളിഷൊക്കെ എടുത്ത് പോളിഷ് ചെയ്തിട്ട് അത് ഇട്ടുകൊണ്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് ചെളി കുഴിയൊക്കെ കാണും. അയാൾ അവിടെ നിന്ന് മാറി നടക്കും. പിന്നെ ചെറിയ പൊടി പറ്റിയെന്ന് തോന്നി കഴിഞ്ഞാൽ പെട്ടെന്ന് ടിഷ്യൂ എടുത്ത് അപ്പൊ തന്നെ അയാൾ അത് ക്ലീൻ ചെയ്യും. തിരിച്ചു വരുമ്പോ ആ ഷൂ വൃത്തികേടൊന്നും അധികം ആയിട്ടില്ല. അയാൾ വലിച്ചെറിയില്ല, കറക്റ്റ് ആ ഷൂ റാക്കില് കറക്റ്റ് ആ 2 ഷൂ ഒരുമിച്ച് ഒരേ ലെവലിൽ തന്നെ വെക്കും. അപ്പൊ അതുവരെയും ആ ലേഡി ബേബി വൈഫ് ആയിരിക്കാം, അവര് ചെയ്ത ജോലിയുടെ
സ്വന്തമായിട്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ വാല്യൂ അറിയുള്ളൂ. വാല്യൂ മനസ്സിലാക്കിയത്. അപ്പൊ അത് നല്ല വീഡിയോ ആയിരുന്നു കേട്ടോ. നിങ്ങൾ എമ്പതി ഒന്ന് സെർച്ച് ചെയ്യുവാണെങ്കിൽ മിക്കവാറും ആ വീഡിയോ കിട്ടും. 2 minutes ഉള്ളൂ. നമുക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ഇതാണ്. ഞാനൊരു ക്ലാസ് എടുക്കാൻ പോയി, +2 പിള്ളേർക്കായിരുന്നു. 5 days ക്യാമ്പായിരുന്നു. ഈ 5 days ഞാൻ ഈ കുട്ടികളുടെ കൂടെ ഉണ്ടായിരുന്നു. ഭയങ്കര സ്നേഹമൊക്കെയാണ്. പക്ഷെ ഇവര് അങ്ങോട്ട് ഭയങ്കര അവർക്ക് ഇങ്ങനെ അടങ്ങിയിരിക്കില്ല. എപ്പോഴും ബഹളം വെച്ചിരിക്കും. അവർക്ക് ഇഷ്ടപ്പെടാത്ത ക്ലാസ് ആണെങ്കിൽ അവരങ്ങ് ഭയങ്കര ബഹളം അങ്ങനെയുണ്ട്. കംപ്ലീറ്റ് കോർഡിനേഷൻ ഞാനായിരുന്നു. ഞാൻ ക്ലാസ് എടുക്കുന്നില്ല. ക്ലാസ് എടുക്കാൻ വരുന്നവരെ കൊണ്ടുവരിക, കോർഡിനേറ്റ് ചെയ്തൊക്കെയായിരുന്നു. ഒരു സെഷൻ ഞാൻ എടുത്തു. 3rd day ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മോർണിംഗ് 10 o'clock ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. 1 hour ഈ വീഡിയോ കാണിച്ചു. ആ വീഡിയോ കണ്ടതിന് ശേഷം എന്റെ മഹത്വമൊന്നുമല്ല, ആ വീഡിയോയുടെ മഹത്വമായിരുന്നു. ഞാൻ ആ വീഡിയോ കാണിച്ച് ഞാൻ മിണ്ടാകുന്നതേയുള്ളൂ. അവർക്ക് വലിയ സ്ക്രീനിലുമായിരുന്നു. പിന്നെ അവർക്ക് വന്ന മാറ്റം ഭയങ്കരമായിരുന്നു. ഒരു ക്ലാസ് റൂം ക്ലീൻ ചെയ്യുന്നു, ബിലോങ്സ് ഒക്കെ നീറ്റാക്കി വെക്കുന്നു. ഭയങ്കര നല്ല രീതിയിൽ തന്നെ ചെയ്തു. ഫുഡ് എല്ലാവർക്കും സപ്ലൈ ചെയ്യുന്നിടത്ത് നല്ലതായിട്ട് നീറ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പൊ അത് നമുക്ക് ചില വിഷ്വൽസ് കുട്ടികളിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ പറ്റും. പക്ഷെ കുഞ്ഞു കുട്ടികൾക്ക് ഇത് മനസ്സിലാവില്ലായിരിക്കും. ഇത്തിരി വലിയ പിള്ളേർക്ക് എമ്പതി ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് അവരുടെ അമ്മയെ ഓർക്കും. ഇത്രയും കാര്യങ്ങൾ അമ്മ ചെയ്തു തരുന്നു, ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു ഇത് വരില്ല. ഇത് +2 കുട്ടികളിൽ ഭയങ്കര എഫക്റ്റീവ് ആയ ഒരു വീഡിയോ ആയിരുന്നു. 2 minutes കൊണ്ട് അവരുടെ റുട്ടീൻ തന്നെ മാറിയിരുന്നു അന്ന്. പിന്നെ ക്ലാസ് കഴിഞ്ഞ് പോയപ്പോഴേക്കും അവരെല്ലാരും നല്ല ക്ലാസ് റൂംസ് എല്ലാം ഹാളെല്ലാം നല്ല നീറ്റാക്കി, എല്ലാം നീറ്റാക്കി. അവര് തന്നെ ഒന്ന് നീറ്റായെന്ന് തന്നെ പറയാം. അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങളുടെ ക്ലാസ്സുകളുടെ വലിയ ക്ലാസ്സുകൾക്ക് എടുക്കുവാണെങ്കിൽ. ചെറിയ കുട്ടികളാകുമ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോസ് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതായിരുന്നു കമ്പണൻസ്. പ്രൊട്ടക്ടിങ് ഫ്രം ഫർദർ ഹാം, opportunity to talk without pressure, active listening, compassion, empathy, addressing and acknowledging concerns. ഇനി വേറൊരു കാര്യം, അവരവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഇതിനേക്കാളും വലിയ പ്രശ്നത്തിലൂടെയാണ് ഞാൻ കടന്നുപോയത്, ഞാനിപ്പോ ഇരിക്കുന്ന നാട്ടിലെ അതല്ല അവിടെ വേണ്ടത്. അവരുടെ പ്രശ്നം ചിലപ്പോൾ വളരെ ചെറിയൊരു പ്രശ്നമായിരിക്കാം, എന്നാലും നമുക്ക് അവരത് വലിയ പ്രശ്നമായിട്ട് പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് അവർക്ക് റെസ്പെക്ട് കൊടുക്കുക, മനസ്സിലാക്കുക. അവിടെയാണ് എമ്പതി ശരിക്കും വർക്ക്ഔട്ട് ആവുന്നത്. എമ്പതി എന്നുള്ളതിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞ് നമ്മളൊരു പടി വളരുക. സിമ്പതി മാറ്റി വെച്ചിട്ട് എമ്പതിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ശരിക്കും വളർന്നു കഴിയും. പിന്നെ സോഷ്യൽ സപ്പോർട്ട്, അവർക്ക് പല കാര്യങ്ങളിലും സോഷ്യൽ സപ്പോർട്ട് വേണ്ടി വരും, അതെല്ലാം ചെയ്തു കൊടുക്കുക. ഓഫർ ടു റിട്ടേൺ ടു ടോക്ക്, വീണ്ടും സംസാരിക്കാൻ വരും എന്നുള്ളൊരു ഓഫർ. നമുക്ക് ഇനിയും കാണാം, നമ്മൾ സംസാരിക്കും, അത് പറയാൻ മാത്രമല്ല ചെയ്യണം. പിന്നെ റെഫറൽ, എന്തെങ്കിലും കാര്യങ്ങളിൽ റെഫറൻസ് വേണം. ലൈക്ക് ഇനി അവർക്ക് കൂടുതൽ ചിലപ്പോൾ സൈക്കാട്രിസ്റ്റിനെ കാണിക്കേണ്ട കേസസ് ആണെങ്കിൽ അത് റെഫർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പം ഇത് ജസ്റ്റ് ഇതിന്റെ ഒരു ചെറിയൊരു പോർഷൻ ആയിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ PFA കുറിച്ചിട്ട് ഇനിയിപ്പം മൺഡേ അല്ലേ ക്ലാസ്, മൺഡേ നമ്മൾ എന്തായാലും പറയും. നെക്സ്റ്റ് വീക്ക് നിങ്ങളുടെ കൺസേൺസ് എല്ലാം ഞാനും അഡ്രസ് ചെയ്തു. അത് വേണ്ടത് സൊല്യൂഷൻ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഞാനത് പറയാട്ടോ. എനിക്ക് നേരിട്ട് പോയി സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോ അത് ഇന്ന് ഞാൻ ചെല്ലാണ്ടിരുന്നു. അപ്പൊ ഇന്നോട് വരണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഒരു ടീച്ചറെ കാണാനായിരുന്നു, ആളുണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തന്നെ. സോ നെക്സ്റ്റ് വീക്കിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആയോ? ഫസ്റ്റ് എയ്ഡ് FA നമുക്ക് ഓക്കെയാണ്, പ്രോബ്ലം ഇല്ല. ഫസ്റ്റ് എയ്ഡിൽ എന്തൊക്കെ വേണമെന്ന് ആസ് എ മദർ അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ നമുക്ക് അറിയാം. പക്ഷെ PFAയുടെ ഇമ്പോർട്ടൻസ് ഒരു പക്ഷെ നസീമ പോലുള്ളവർക്കൊക്കെ ചിലപ്പോൾ PFAയുടെ അവർ ചെയ്തിട്ടുണ്ടാവും, എവിടെയെങ്കിലും ഒരു ഇന്റർവെൻഷൻ നടത്തിയിട്ടുണ്ടായിരിക്കും. കാരണം വാർഡ് മെമ്പർ ആണെന്ന് എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിനുള്ള ഒരു ചാൻസസ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മള് PFA ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടോ, ചെയ്തിട്ടുണ്ടോ? നസീമയ്ക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ്. പക്ഷെ ഓൾവേസ് റിമെമ്പർ, നോൺ ജഡ്ജ്മെന്റൽ ആയിരിക്കണം. പറഞ്ഞോളൂ. ഞാന് ഒരു സുഖമില്ലാത്ത ഒരു അമ്മയുണ്ടായിരുന്നു. അമ്മ പറഞ്ഞാല് അവര് ശരിക്കും ഈ വേസ്റ്റ് ഒക്കെ ദേഹത്ത് വെച്ച് കെട്ടി പോകുന്ന ഒരാളായിരുന്നു. അങ്ങനെ വേസ്റ്റ് ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്, വേസ്റ്റ് നിന്ന് എടുത്ത് കഴിക്കും. അങ്ങനെയുള്ള അമ്മയെ എന്ത് ചെയ്തു നമ്മള്, അത് കുറച്ച് ഹോസ്പിറ്റലിൽ കുറച്ച് ദ്രോഹങ്ങളൊക്കെ ചെയ്തു, വേസ്റ്റ് ഒക്കെ ഹോസ്പിറ്റലിലേക്ക് വലിച്ചെറിയുക അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഞാൻ പോലീസിൽ പോയി പറഞ്ഞു. നമ്മളെ വാർഡിൽ തന്നെ, എൻ്റെ വാർഡിൽ തന്നെ ഒരു അമ്മയാ, അങ്ങനെ മെന്റലി പ്രോബ്ലം ഉള്ള ഒരു അമ്മയാ. അങ്ങനെ അതിനേക്ക് പോലീസിൽ പറഞ്ഞ് അങ്ങനെ അവര് ആ കൊറോണ സമയത്തായിരുന്നു കേട്ടോ.
അങ്ങനെ കൊണ്ടുവന്ന് പഠിക്കുക. അത് രാത്രിയൊക്കെയാണ് വരുന്നത്, എപ്പോഴാണ് സമയം എന്നൊന്നും അറിയില്ല. അങ്ങനെ രാത്രി വരുന്ന സമയത്ത് അവിടെ ആളുകളൊക്കെ നിർത്തി. പക്ഷെ അന്ന് അത് വന്നത് വെളുപ്പിന് 5 മണിക്കാണ്. അപ്പോഴത്തിന് തിരിച്ചു പോയി. വീട്ടിൽ മൊത്തം എല്ലാ ഭാഗത്തു നിന്നും വേസ്റ്റ് കൊണ്ടുവന്നിട്ട് വീട്ടിൽ ശേഖരിച്ച് വെക്കുക ചെയ്യുക. ആ വേസ്റ്റിലാണ് കിടന്നുറങ്ങുന്നതും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ അതിന് ആ കൊറോണ സമയത്ത് വന്ന് പോലീസിന്റെ സഹായത്തോടെയൊക്കെ നമ്മൾ വന്ന് കൊറോണ സമയത്ത് PPE കിറ്റൊക്കെ ഇട്ട് കുളിപ്പിച്ച് എല്ലാം വൃത്തിയായി. നമ്മൾ ആ തൃശ്ശൂർ ഒരു മെന്റൽ ഹോസ്പിറ്റലാണ്, അവിടെയാണ് ഇവരൊക്കെ. പക്ഷെ ആ സമയത്ത് കൊറോണയൊന്നും ഇല്ല കേട്ടോ. കുളിപ്പിച്ചെല്ലാം കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് കൊറോണ ടെസ്റ്റ് ചെയ്തപ്പോൾ കൊറോണ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ പോലീസിന്റെ സഹായത്തോടെ തന്നെ അവരെ അവിടെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. ഇപ്പം നല്ല സുഖമായി, ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം അമ്മയും ആരും ഇല്ല അവിടെ, വീട്ടിൽ ആരും ഇല്ല, തനിച്ചാണ്. അങ്ങനെ ഇപ്പോൾ ഒരു സന്തോഷം, വാർഡ് മെമ്പർ ആയി എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം. അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റിയതിൽ ഇപ്പൊ അവര് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു, കുഴപ്പമില്ല. ഗ്രേറ്റ് നസീമ, അതിനൊക്കെ ഒരു ചാൻസ് കിട്ടാൻ ഭാഗ്യമാണ്. കൊറോണ വരാതിരിക്കാനുള്ള കാരണം എനിക്ക് തോന്നുന്നു അവർ പുറത്തുകൂടി ഇങ്ങനെ നടക്കല്ലേ, സൺലൈറ്റ്. അതെ അതെ, അതുകൊണ്ടാണ് അവർക്ക് കൊറോണ വരാത്തതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ വേറെ ഒന്നുമില്ലല്ലോ. PFA നമ്മളൊരു ഇൻട്രോ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് PFA എന്നും അതിന്റെ മെയിൻ കമ്പണൻസും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ. പിന്നെ ഫസ്റ്റ് എയ്ഡ്, അതിന്റെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഫസ്റ്റ് എയ്ഡ് എങ്ങനെ ചെയ്യണം, അതൊക്കെയാണ് നെക്സ്റ്റ് നമ്മളുടെ PDF-ലുള്ളത്. അപ്പോ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഓൾമോസ്റ്റ് ടൈം ആയില്ലേ, ഒരെണ്ണം ടോപ്പിക് തുടങ്ങാനുള്ള ടൈം ഒന്നുമില്ല. ഈ ഒരു യൂണിറ്റില് എനിക്ക് തോന്നുന്നു നിങ്ങൾ എക്സ്ട്രാ നോട്ട്സ് ആയിട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് PFA-ലാണ്. ബാക്കി FA കുറിച്ചുള്ള കാര്യങ്ങൾ ഓൾമോസ്റ്റ് നമ്മളുടെ ഇതിനകത്തുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ടല്ലോ FA-ല്. PFA ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം നല്ലൊരു ടീച്ചർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കുട്ടികളെ. ഫെസിലിറ്റേറ്റർ എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ PFA എന്താന്നുള്ളത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ എനിത്തിങ് എൽസ്? മോസ്റ്റ് പ്രോബബ്ലി മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ആയിരിക്കും ഞാൻ ഉണ്ടാവുക. തേഴ്സ്ഡേ, ഫ്രൈഡേ വേറൊരു ടീച്ചർ. ഷീ ഈസ് വെരി ക്യൂട്ട് ആൻഡ് യു പീപ്പിൾ വിൽ ബി ഹാപ്പി. കാരണം 5 ദിവസം എന്നെ കണ്ട് ബോറടിക്കല്ലേ. നിങ്ങൾക്ക് വരുന്ന ടീച്ചർ വളരെ യങ്ങാണ്. ഷീ ഈസ് വെരി വെരി നൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടീച്ചറാണ്. അപ്പൊ ടീച്ചർക്ക് ഇതിൽ നോക്കിയിട്ട് ടീച്ചർ കംഫർട്ടബിൾ ആവുന്ന ടോപ്പിക്സ് ടീച്ചർ എടുക്കും. ഓക്കെ, അത് സംസാരിക്കാനായിരുന്നു ഞാൻ ഇന്ന് പോവാനിരുന്നത്. പക്ഷെ ടീച്ചർ എന്തോ സുഖമില്ലാത്ത ടീച്ചർ പെട്ടെന്ന് തന്നെ പോയി. ഫസ്റ്റ് ദിവസം വന്ന ടീച്ചറാണോ? അതാരാണ് വിളിക്കാറുണ്ട്? ഇൻട്രൊഡക്ഷൻ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയണ കേൾക്കുന്നില്ല? ആണോ? ഇന്ന് ഇവിടെ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാവും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആക്ച്വലി വൈഫൈയിലേക്ക് ഇടാൻ. ഇപ്പോഴാണോ ബ്രേക്ക് ആയത്? നേരത്തെ തുടങ്ങിയിട്ടുണ്ടോ? നേരത്തെ ഉണ്ട്. സോ നോ പ്രോബ്ലം. വണ്ടി നമ്മൾ മൊബൈൽ സെഷൻ എനിക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചും സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചും കളക്ട് ചെയ്യാം. നമുക്ക് മൺഡേ വീണ്ടും ഒന്നുകൂടെ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ലൈക്ക് PFA എന്താണെന്ന് അറിയാതെ പലതും ചെയ്ത ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവും. Okay, ma'am. Good night. Okay, ma'am. Thank you, ma'am. Okay, ma'am. Thank you. Good night. Thank you, ma'am. One second, നിങ്ങളെ ഡിസ്കണക്ട് ആവുന്നതിന് മുമ്പ് പറവൂരാണ് ഏതാണ്ട് ചോദിച്ചു. ഓക്കെ, പറവൂരാണ്, നോർത്ത് പറവൂരാണ് കേട്ടോ. നമ്പർ ഇല്ലല്ലോ, മാമിന് നമ്പർ തന്നില്ലല്ലോ. ഫോൺ നമ്പർ ആണോ? കുറെ പേർക്ക് കൊടുത്തല്ലോ. ഓഫീസിൽ വിളിച്ചപ്പോ ആരൊക്കെ എന്നെ വിളിച്ചിരുന്നല്ലോ. 3-4 പേര് എന്നെ വിളിച്ചത്. നമ്പർ തന്നിട്ടില്ല. ഇപ്പൊ പറയാൻ പറയാം. നെക്സ്റ്റ് ക്ലാസ് പറയാം. റേഡിയോ ചിലപ്പോൾ ഡിസ്കണക്ട് ചെയ്യാൻ റെഡി ആയിരിക്കുമായിരിക്കും. ഓക്കെ മാം. Thank you, ma'am.